നിങ്ങൾ വാട്സപ്പിൻ്റെ പരിമിതികൾ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഗൂഗിൾ ചാറ്റ് എന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഇത് വാട്സപ്പ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗൂഗിളിൻ്റെ ചാറ്റ് ആപ്ലിക്കേഷനാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, വാട്സപ്പ് പോലെ ഫോൺ നമ്പറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ടാബും ഫോണും ഒക്കെ ഉണ്ടാവും, അവർക്ക് നമ്പർ ഉണ്ടാവില്ല. അത്തരം ആൾക്കാരോടും നമുക്ക് ചാറ്റും കോളും ഒക്കെ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ പ്രയോജനം, വാട്സപ്പ് പോലെ നമ്മുടെ ഫോൺ മെമ്മറി ഇതിന് ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം വാട്സപ്പ് നമ്മുടെ ഒരുപാട് മെമ്മറി നിറയ്ക്കുന്നുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല, നമ്മുടെ ചാറ്റുകളും കാര്യങ്ങളൊക്കെ ക്ലൗഡിലാണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു MB പോലും നഷ്ടപ്പെടില്ല. മൂന്നാമത്തെ പ്രയോജനം, ചാറ്റുകൾ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം വാട്സപ്പ് നമ്മൾ പുതിയ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബാക്കപ്പ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പഴയ ചാറ്റുകൾ ലഭിക്കില്ല. എന്നാൽ ഗൂഗിൾ ചാറ്റ് അങ്ങനെയല്ല. നമ്മുടെ Gmail ID ഉണ്ടെങ്കിൽ ഏത് പുതിയ ഫോണിലേക്കും നമുക്ക് നമ്മുടെ മുഴുവൻ ചാറ്റുകളും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ പ്രയോജനം സുരക്ഷിതത്വമാണ്. നമുക്ക് വാട്സപ്പിനേക്കാളും 10 മടങ്ങ് സുരക്ഷയോടെ ചാറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരാൾക്ക് ചോർത്തി കൊണ്ടുപോകാനോ ഏതെങ്കിലും ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് രഹസ്യങ്ങൾ ചോർത്താനോ ഒന്നും തന്നെ ഇതിനകത്ത് സാധിക്കുന്നതല്ല. അത്രയും സുരക്ഷിതത്വവും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ചാറ്റ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഫേക്ക് ചാറ്റ് ആപ്ലിക്കേഷനും ഉണ്ട്. ഇനി ലിങ്ക് ആവശ്യമാണെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ ചോദിക്കും. അത് നിർബന്ധമായിട്ടും കൊടുക്കണം, എങ്കിലേ വാട്സപ്പിൽ മെസ്സേജ് വരുന്നത് പോലെ നമുക്ക് റിംഗ് ടോൺ സഹിതം മെസ്സേജുകൾ വരികയുള്ളൂ. ആദ്യമേ പറയാനുള്ളത്, ഇത് വാട്സപ്പ് ഒഴിവാക്കി അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഒന്നുമല്ല. കാരണം വാട്സപ്പ് പോലെ ഫോൺ നമ്പർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. വാട്സപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയൊക്കെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് അങ്ങനെയല്ല, നമ്മുടെ Gmail അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളുടെയും Gmail ലഭിച്ചാലേ അവരെ ഇതിൽ ആഡ് ചെയ്തിട്ട് അവരുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ Gmail ID ഉപയോഗിച്ച് എങ്ങനെയാണ് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്, അവരുമായിട്ട് എങ്ങനെയാണ് ചാറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സെർച്ച് ഇൻ ചാറ്റ് എന്ന് പറയുന്ന മുകളിൽ ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ബന്ധുവാണ്, സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ID കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ താഴെ നിങ്ങൾക്ക് അവരെ കാണിക്കുന്നതാണ്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ചാറ്റ് ചെയ്യേണ്ട ടാബ് ഓണായി കിട്ടും. ഇനി വാട്സപ്പ് പോലെ തന്നെ അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ആദ്യ തവണ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു റിക്വസ്റ്റ് പോകും. അവർ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിന് ഒരു ഹായ് വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അവനോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുവായാലും സുഹൃത്തായാലും അയാളോട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ചാറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറയണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ മെസ്സേജ് അയച്ച സുഹൃത്തിൻ്റെ അക്കൗണ്ടാണ്. അദ്ദേഹത്തിന് ഈ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ചാറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഞാൻ അയച്ച മെസ്സേജ് റിക്വസ്റ്റ് ഇതിൽ കിടക്കുന്നുണ്ടാവും. അദ്ദേഹം അത് ഓൺ ചെയ്തിട്ട് താഴെയുള്ള ആക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ പിന്നീട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ വാട്സപ്പിൽ കൊണ്ടുവന്നതുപോലെ ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ വാട്സപ്പ് പോലെ പരസ്പരം ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഫോട്ടോ വീഡിയോ ഒക്കെ അയക്കാൻ പറ്റും. പിന്നെ എല്ലാ തവണയും മൈക്രോഫോണ് അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ആദ്യം ഉപയോഗിക്കുമ്പോൾ പെർമിഷൻ കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം വാട്സപ്പിലെ പോലെ ഞാൻ ഓഡിയോ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഓഡിയോ മെസ്സേജ്, വീഡിയോ കോൾ, എല്ലാ കാര്യങ്ങളും ഇമോജികൾ വരെ ഇതിൽ അകത്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സുഹൃത്തിനെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ലിസ്റ്റിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ആഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഈ ലിസ്റ്റിൽ വരും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് ലിസ്റ്റിൽ വരും. വാട്സപ്പിൽ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കും. അതുപോലെ എൻ്റെ സുഹൃത്ത് പേരും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അവൻ്റെ ചാനൽ നെയിമും കാര്യങ്ങളൊക്കെയാണുള്ളത്. നിങ്ങളും ഇമെയിൽ ID കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ Gmail പേരുകളൊക്കെയാണ് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങളുടെ പേര് തന്നെ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.